ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ QR കോഡിൻ്റെ തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഇപ്പോഴത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പം QR കോഡൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം പേയ്മെൻറ്റിന് വേണ്ടിയാണല്ലോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ തിരിച്ച് നമുക്കതൊരു വരവിന് വേണ്ടി, റെസിപ്റ്റിന് വേണ്ടി നമുക്കത് ഒന്ന് ചിന്തിച്ചു കൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം RTSA കാര്യങ്ങളൊക്കെ ബാങ്കിങ് സെക്ടറൊക്കെ മെയിനായിട്ട് നമുക്കിപ്പോൾ അറിയാം. RTSന് വേണ്ടി വലിയ ഫോറവും കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ചു കൊടുത്തു. അത് നമ്മൾ ചെക്ക് ചെയ്യണതിൻ്റെ 2-3 വട്ടം ക്രോസ് ചെക്ക് ചെയ്തു. എന്തുമാത്രം ഫോർമാലിറ്റി നോക്കിക്കഴിഞ്ഞാണ് പിന്നെ അത് ഇത്ര നേരം കൊണ്ട് നമുക്ക് തന്നെ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ തന്നെ ഒത്തിരി സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ബാങ്കിലൊരു QR കോഡ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കയ്യിലും ഇപ്പോഴത്തെ രീതിയിൽ ഉണ്ട്. മൊബൈലിലെ കാര്യങ്ങൾ, ഗൂഗിൾ പേ അല്ലെ ഫോൺ പേ, അങ്ങനത്തെ ഒത്തിരി സംവിധാനങ്ങൾ നമുക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സംഭവത്തിലേക്ക് ഒരു നിശ്ചിത QR കോഡ്, അതായത് എല്ലാ അക്കൗണ്ടിലും QR കോഡ് അവൈലബിൾ ആണ്. അപ്പം ആ QR കോഡ് നമുക്കൊന്ന് ഷെയർ ചെയ്ത് കിട്ടുകയും ആ QR കോഡിലോട്ട് ബാങ്കിൻ്റെ നിശ്ചിത QR കോഡ് തന്നെ വഴി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ സംഗതി പേയ്മെൻറ്റ് എന്ത് സെക്യൂർ ആയിരിക്കും, എന്ത് ഫാസ്റ്റ് ആയിരിക്കും. നമുക്ക് എന്തുമാത്രം പേപ്പർ വർക്ക് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്തയാണിത്. ഇപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പം ഇതിൻ്റെ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്നവർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യേണ്ട സംഭവമാണ്. ഏക്കായാലും ഒരു പേയ്മെൻറ്റ് നടത്താൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റെസിപ്റ്റും അതിലേക്കൂടെ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി തന്നെ നമ്മുടെ ബേർഡൻ കുറയ്ക്കാനും ബാങ്കിങ് സെക്ടറിൽ തന്നെ ഫാസ്റ്റായിട്ട് പല കാര്യങ്ങളുമൊക്കെ അതൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങളിലേക്ക് അവർക്കാണേലും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ മറ്റ് മേഖലയിലേക്ക് ഒക്കെ ആണെങ്കിലും സാധിക്കും ഈ QR കോഡിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് മൂലം. ഓക്കെ, താങ്ക് യു.